ബിന്ദു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ അല്ലെങ്കിൽ അതിന്റെ ഏതാണ്ട് തൊട്ടടുത്ത ദിവസം മുതൽ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച ഡീലുമായി ബന്ധപ്പെട്ടാണ്. അതിൽ നിങ്ങളായിരുന്നു ആരോപണ വിധേയരായി നിന്നത്. ഇന്ന് പ്രധാനമന്ത്രി പാലക്കാടിന്റെ മണ്ണിൽ, പാലക്കാടാണ് ഏറ്റവും പ്രധാനമായും ആ ആരോപണം ഉയർന്നത്, അവിടെ തന്നെ അതിന് മറുപടി പറയുന്നു. അതോടെ വിവാദത്തിന് ബിജെപിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കിയ, പ്രതിരോധത്തിലായ വിഷയത്തിൽ ഒരു മറുപടിയായി എന്ന് കരുതുന്നുണ്ടോ? തടയണ്ട, അയച്ചുവിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകൾ നടത്തുന്ന കുപ്രചരണങ്ങൾക്ക് മറുപടി പറയുകയോ അത് സമ്മർദ്ദമായി ചുമലിലേൽക്കുകയോ ചെയ്യുന്നൊരു പാർട്ടിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനത്തെ ഒരു പാർട്ടിയല്ല. ഇതിലും വലിയ രീതിയിലുള്ള ഗോഗോഹളികളെ ചെറുപുഞ്ചിരിയോടുകൂടി തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ ഫലമാണ് രാജ്യത്ത് 2014 ശേഷം നിങ്ങൾ ഈ കാണുന്ന വികസനങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു നല്ല പ്രഭാമയമായിട്ടുള്ള ഒരു ഭരണവും. അല്ലാതെ ഇവരുടെയൊക്കെ ഗോഗോ വിളികളും ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾക്ക് ഞങ്ങൾ ചെവി കൊടുത്തിരുന്നുവെങ്കിൽ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള വികസനം ഈ കഴിഞ്ഞ 11 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു? ഒരിക്കലുമില്ല. അപ്പോൾ അത്തരത്തിൽ സ്വയം നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുന്നണികളും നടത്തുന്ന ഈ പെടാപ്പാട് വിട്ടുള്ള ആ ശ്രമത്തെ അതിൻ്റെതായ പുച്ഛത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത്. വി.ഡി. സതീശൻ, ഞാൻ അദ്ദേഹത്തെ CPM സൈബർ ഇടങ്ങൾ വിളിക്കുന്ന ഒരു പേരും ചാർത്തി കൊടുക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. പക്ഷേ അദ്ദേഹം ഈ വിവാദത്തിന് തിരികൊളുത്തുമ്പോൾ എന്തായിരുന്നു UDFന്റെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞിരുന്ന കോൺഫിഡൻസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് എത്താൻ ആരുടെ വീട്ടിന്റെ പിന്നാമ്പുറത്ത് പോയും പാത്രം കഴുകിക്കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന UDFന്റെ നേതാവായ അവസ്ഥയിലേക്ക് ശ്രീ വി.ഡി. സതീശൻ മാറുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഡീൽ വിവാദം എന്ന് പറയുന്ന ഒരു പുകമറയുമായി അദ്ദേഹം ഇറങ്ങുന്നത്. കണ്ണൂരിലെ ഒറ്റക്കൊമ്പന്റെ മുന്നിൽ കേരളത്തിലെയും അതുപോലെ തന്നെ ഭാരതത്തിലെയും കോൺഗ്രസ് പാർട്ടി മുട്ടിൽ നിൽക്കുന്നതല്ലേ നമ്മൾ കണ്ടത്. അങ്ങനെ സ്വന്തം പാർട്ടിക്കകത്തുള്ള പൊട്ടിത്തെറിയും ജാള്യതയും അഭിപ്രായ വ്യത്യാസവും ഇനി ഒരിക്കലും തിരിച്ചു ഭരണത്തിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തെയും ആ സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിവാദം മാത്രമാണ്. അതായത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊക്കെ സീറ്റിലാണോ പരാജയപ്പെടാൻ സാധ്യതയുള്ളത് ആ സീറ്റുകളിലൊക്കെ ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിയുടെ ചുമലിലേക്ക് ഒരു ആരോപണം കെട്ടിവെക്കുകയും അതിന്റെ ഗുരുതരമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്നാക്കം മാറുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നിങ്ങൾ ഈ വിവാദം. കോൺഫിഡൻസ് ഇല്ലായ്മയല്ല, ആ ഡീലിനെ മറികടന്ന് ജയിക്കുമെന്ന കോൺഫിഡൻസ് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിച്ചത്. പക്ഷെ ഈ ഡീൽ ഉണ്ട് എന്നത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. പക്ഷെ ആ ഡീലിനെ ഞങ്ങൾ പൊളിക്കുമെന്നതാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അല്ല രേണു, ഞാൻ ഒരു ചെറിയ കേരളത്തിന്റെ പൊതുസമൂഹം ഇന്ന് ചോദിക്കുന്ന, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചോദിക്കുന്ന ചോദ്യമല്ല, കേരളത്തിന്റെ സാധാരണപ്പെട്ട ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുൻപാകെ ചോദിക്കാം. ആ ചോദ്യം നിങ്ങൾ എൻ്റെ ഇടതു വലത് സഹപ്രവർത്തകരോട്, പ്രതിനിധികളോട് ഒന്ന് ചോദിക്കാൻ തയ്യാറാവണം. അതായത് കേരളത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആർക്കാണ്? ഒരൊറ്റ പാർട്ടിക്കാണ്. അതായത് UDF എന്ന് പറയുന്ന കക്ഷിക്കാണ് കേരളത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ. പക്ഷെ നേമത്ത് ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്നത് ആരെയാണ്? LDFനെയാണ്. അതേപോലെ തന്നെ SDPIയുടെ പിന്തുണ കേരളത്തിലെമ്പാടും അത് ഇടതുപക്ഷത്തിനാണ്. പക്ഷെ മഞ്ചേശ്വരത്ത് SDPIയെ പിന്തുണയ്ക്കുന്നത് ആരെയാണ്? അത് UDFനെയാണ്, മുസ്ലിം ലീഗിനെയാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിനകത്തുള്ളൊരു പ്രതിഭാസം. നേമത്തേക്ക് വരുമ്പോൾ SDPI, ജമാഅത്തെ ഇസ്ലാമി, PDP, LDF, UDF കക്ഷികളെയാണ് BJP നേരിടുന്നത്. അത് മഞ്ചേശ്വരത്തേക്ക് വരുമ്പോൾ SDPI, PDP, ജമാഅത്തെ ഇസ്ലാമി, CPM, കോൺഗ്രസ് അല്ലെങ്കിൽ LDF, UDF ഈ മുന്നണിയെയാണ് ഞങ്ങൾ നേരിടുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഇങ്ങനെ ഒരു സപ്തകക്ഷി സംഘടനയെ നേരിടുന്ന മറ്റേതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഉള്ളത്? UDF ഉണ്ടോ? LDF ഉണ്ടോ? ഈ ചോദ്യത്തിന് ഇവർ രണ്ടുപേരും മറുപടി ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണ്. ഇനി SDPIയെ കുറിച്ച് ചോദിക്കുമ്പോ അതുവരെ കൂൾ ആൻഡ് ക്വൈറ്റ് ആയിട്ടിരിക്കുന്ന മുഖ്യമന്ത്രി എന്തിനാണ് ചാടി പുറപ്പെട്ട് അവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെ തോളിൽ കയറുന്നത്? പണ്ട് നമ്മൾ ഈ പറയുന്ന മസ്കറ്റ് ഹോട്ടലിൽ മാത്രം കണ്ടിരുന്ന കടക്ക് പുറത്തു ഭാഷയിൽ എന്തിനാണ് മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കിടുന്നത്? ഞാൻ SDPIയുടെ വോട്ട് വാങ്ങുന്നില്ല എങ്കിൽ അഭിമാനത്തോടു കൂടി പറയണ്ടേ, എനിക്ക് SDPIയുടെ വോട്ട് വേണ്ട,
ഇടതുപക്ഷം ഒരിടത്ത് SDP യുടെ വോട്ട് ചോദിച്ചിട്ടില്ല. ഇനി അവർ പിന്തുണ തരാമെന്ന് തീരുമാനിച്ചാൽ ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട. ഞാൻ പറയാം, ഞാൻ BJPയുടെ പ്രതിനിധിയാണ്, BJPയുടെ സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിനിധിയാണ്. ഞാൻ പറയാൻ തയ്യാറുണ്ട്, SDPIയുടെയോ ജമായത്തെ ഇസ്ലാമിയുടെയോ PDPയുടെയോ ഒരു വർഗീയവാദ രാഷ്ട്രദ്രോഹ സംഘടനകളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് BJPയുടെ പ്രതിനിധി പറയാൻ തയ്യാറുണ്ട്. ഇതുപോലെ പറയാൻ, ഇത്ര കോൺഫിഡന്റ് ആയി പറയാൻ കേരളത്തിലെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ സാധിക്കും. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിനകത്ത് അഭിമന്യു മരണപ്പെട്ടപ്പോൾ ഇവർ പാടിയൊരു പാട്ടുണ്ട്, ഞാൻ പെട്ട മകനെ എന്ന്. നിങ്ങൾ നോക്കേണ്ടത് ആ അഭിമന്യു മരണപ്പെടാനുണ്ടായ സാഹചര്യം SDPIയുടെ തീവ്രവാദ സ്വഭാവമുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ ചങ്കിൽ കത്തി കൊത്തി ഇറക്കി അദ്ദേഹത്തെ കൊന്നത്. ഈ ചോദ്യം കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ശൗര്യം കൂടുന്നത്? അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് താൻ പെറ്റ മകൾക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു അല്പനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. സ്വന്തം സഹപ്രവർത്തകന്മാരുടെ ചോരയിൽ അധികാരത്തിലേക്ക് എത്തണം എന്ന കോൺഗ്രസ് തന്ത്രം, അതേ തന്ത്രം CPM പയറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. മാവോ ലീഗ് കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് ആരോപിച്ചിരുന്നു എങ്കിൽ ഇന്ന് ആ വിധത്തിൽ പോലും ഈ വിഷയങ്ങളിൽ മറുപടി പറഞ്ഞു പോകുന്നില്ല പ്രധാനമന്ത്രി എന്നതുകൂടി നമ്മൾ കാണണം. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ ആരോപണങ്ങളൊന്നും പ്രധാനമന്ത്രിക്ക് പറയാനില്ലാത്തത് കൊണ്ടാണോ? കേരളത്തിനകത്ത് വികസനം ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ ചർച്ച ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ ചർച്ച ചെയ്യിപ്പിക്കേണ്ട ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ചർച്ച ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് സംസാരിക്കുമ്പോൾ ആ പോസിറ്റീവ് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നില്ലേ? വികസനമായിരുന്നില്ലേ ലക്ഷ്യമെന്നൊരു ചോദ്യം ബാക്കിയിരിക്കുന്നുണ്ട്. കാരണം ഞാൻ പ്രധാനമന്ത്രിക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. പ്രധാനമന്ത്രി ഇതിനു മുൻപ് പറഞ്ഞ ആരോപണം തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതും ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പറഞ്ഞ കാര്യം പോലും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞില്ലല്ലോ എന്ന കാര്യം പ്രധാനമന്ത്രി പറഞ്ഞ ആരോപണത്തിൽ നിന്ന് ഞാൻ ചോദിച്ചത് പ്രധാനമന്ത്രി പറഞ്ഞ ഏതെങ്കിലും ഒരു ആരോപണത്തിൽ നിന്ന് പ്രധാനമന്ത്രി പിറകിലേക്ക് പോയോ? ഇല്ലല്ലോ. പ്രധാനമന്ത്രി പറഞ്ഞ ആരോപണം, പ്രധാനമന്ത്രി ഉയർത്തിയ ആരോപണമായി തന്നെ നിൽക്കുന്നു. ശരി, സാധ്യതയുള്ള ഇടത്ത് മഞ്ചേശ്വരം നോക്കിയാൽ 89 വോട്ടിനും 855 വോട്ടിനും 2 തവണ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മണ്ഡലമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇത് ചർച്ചയാകുന്നത്. അങ്ങനെ ഒരു ഭീതി നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? 4 വോട്ടിന് വേണ്ടിയിട്ട് ഒരു രാജ്യദ്രോഹിയുടെ മുന്നിലും മുട്ടിലിരിക്കുന്ന പരിപാടി BJPയുടെ ഒരു പ്രവർത്തകനും ഒരു നേതാവും ചെയ്തിട്ടുമില്ല, ചെയ്യുകയുമില്ല എന്ന അഭിമാനത്തോടു കൂടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയില്ല എന്ന് നിങ്ങൾ കമന്റ് ചെയ്യേണ്ട. അത് പറയില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. തെളിവ് തരാനാണ് നിങ്ങൾക്ക് സാധ്യതയുള്ള ഇടത്ത്, വോട്ട് പിടിക്കാൻ പറ്റുന്ന ഇടത്ത് ബി കാൻഡിഡേറ്റിനെ നിർത്തുന്നു എന്നതാണ് ആരോപണം. അതിന് ഏത് തരത്തിൽ എങ്ങനെ തെളിവ് വരാനാണ്? ശരി, ഞാൻ ശ്രീമതി രേണുകയോട് ഞാനൊരു കാര്യം ചോദിക്കാം. രേണുകയുടെ ഈ നിയമമണ്ഡലത്തിൽ ഞങ്ങൾ, അതായത് ഇടതുപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും PDPയും SDPIയും ജമായത്തെ ഇസ്ലാമിയും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. ഒരുമിച്ചെന്ന് പറഞ്ഞാൽ LDFനാണ് ഇവരുടെ 3 പേരുടെയും പിന്തുണ. അപ്പൊ ഈ 3 പേരുടെ പിന്തുണ കിട്ടുന്ന പാർട്ടി അതൊരു സഖ്യമാണോ? അവർ 3 പേര് സഖ്യ പാർട്ടികളാണോ? ഇടതുപക്ഷത്തിന്റെ സഖ്യ കക്ഷികളാണോ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഈ പറയുന്ന PDPയും? വോട്ട് കിട്ടുന്നത് കൊണ്ട് സഖ്യകക്ഷി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ആരൊക്കെയാണ് സഖ്യകക്ഷി എന്ന് പറയേണ്ടത് അതാത് പാർട്ടികളാണ്. അവർക്ക് വോട്ട് കിട്ടുന്നോ കൊടുക്കണോ, ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടിയും അല്ലേ തീരുമാനമെടുക്കുന്നത്. അപ്പോ ഞാൻ എന്റെ ചോദ്യം അപ്പോ അഭിമന്യുവിന്റെ നെഞ്ചിൽ കത്തിയാഴ്ത്തി ഇറക്കിയ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പിണറായി വിജയനും MA ബേബിയും സഖാവ് ശിവൻകുട്ടിയും പറയില്ല. അത് നല്ല രാഷ്ട്രീയം, ഡീലില്ലാത്ത രാഷ്ട്രീയം. അത് അത്തരക്കാരുടെ വോട്ട് വേണ്ട എന്ന് BJP പറയുന്നു, പക്ഷെ അത് ഡീലുള്ള രാഷ്ട്രീയമാണെന്ന് നിങ്ങൾ പറയുന്നു. ഏതാണെന്ന് ജനം തീരുമാനിക്കട്ടെ. ഞാൻ ഇതിന് അവിടെ നിർത്തുകയാണ്. ജമായത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയാണെന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് നാളുകൾ അധികം ആവുന്നില്ല. അതേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മന്ത്രിയിലെ ഏറ്റവും മികച്ച മന്ത്രി എന്ന് ഇവിടുത്തെ CPM സഖാക്കന്മാർ തള്ളുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് V ശിവൻകുട്ടിക്കാണ് ഞങ്ങളുടെ വോട്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു പരസ്യമായി. അപ്പോൾ അവരെ ഞങ്ങൾ പരാജയപ്പെട്ടാലും ശരി നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള തന്റെ ഇടം, ആണത്തം എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയും. അത് CPMന്റെ പിണറായി വിജയൻ സർക്കാരിനും പിണറായി വിജയനും MA ബേബിക്കും ഈ പറയുന്ന പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും ഇല്ല എന്ന് വേണോ കേരളത്തിലെ ജനങ്ങൾ കരുതാൻ? ഇതാണ് എന്റെ ചോദ്യം. അവിടെ ഒരു ഡീൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പച്ച പരമാർത്ഥം, കണ്ണിന്റെ മുന്നിൽ കാണുന്ന ഡീൽ. ആ ഡീലിനെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? വെറും സാങ്കല്പികമായി
ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും നാവിൽ നിന്ന് വരുന്നതെല്ലാം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് പിണറായി വിജയൻ പറയുന്നതും എല്ലാം ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിശ്വസിച്ചോ? ഞങ്ങൾക്ക് ഡീലുണ്ട്. ഞങ്ങൾക്ക് രേണുക ഞാനൊരു കാര്യം കൃത്യമായി പറയാം. അതാണോ ഡീൽ? രേണുക ഞാനൊരു കാര്യം കൃത്യമായി നിങ്ങളുടെ ചാനലിലൂടെ പറയാം. BJPക്ക് ഡീലുണ്ട്. പക്ഷെ ആ ഡീല് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഭാരതത്തിലെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ടല്ല. കേരളത്തിൽ അങ്ങനെ ഒരു ഡീൽ ഞങ്ങൾ നടത്തുന്നത് കേരളത്തിലെ ചിറകറ്റുപോയ സ്വപ്നങ്ങൾ പേറുന്ന കേരളത്തിലെ ജനസമൂഹത്തിനോടാണ്. അവരുടെ ചിറകറ്റുപോയ സ്വപ്നങ്ങൾക്ക് ചിറക് വച്ചു നൽകും എന്നുള്ളതാണ് BJPയുടെ ഡീൽ. ആ ഡീലിന് വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും അതുപോലെ K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കന്മാർ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. ആ ഫൈറ്റിനെ തടസ്സപ്പെടുത്താൻ, ആ രാഷ്ട്രീയത്തെ തടസ്സപ്പെടുത്താൻ, അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു വയ്ക്കാൻ NDAയെ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഉള്ളത്. നല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ പിണറായി വിജയൻ അദ്ദേഹം അത് ആവർത്തിച്ച് പറയുന്നതാണ്. എന്തുകൊണ്ടാണ് SDPI വോട്ടിനെ കുറിച്ച് ചോദ്യം വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് കൃത്യമായ മറുപടി ഇല്ലാതെ പോകുന്നത്? ശ്രീ സുരേഷ്, അല്ലല്ല രേണു, ഞാൻ താങ്കളിലേക്ക് വരാം. നന്ദു പറഞ്ഞല്ലോ, ഇനി അദ്ദേഹം പറയട്ടെ. ഞാനൊരു കാര്യം പറയാം. എനിക്ക് കൃത്യമായ ഒരു മിനിറ്റ് താങ്കൾ പറഞ്ഞത് കേട്ടില്ല, അദ്ദേഹം പറയട്ടെ. നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം മോശമാണ് എന്ന് അല്ലല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ നിയമത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. നിയമത്ത് താങ്കൾ പറഞ്ഞ ഈ ഡീലിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. സുരേഷ് പറഞ്ഞോളൂ. അല്ലല്ല, അങ്ങനെയല്ല. നിങ്ങൾ ഈ പറയുന്നത് ശരിയായ നടപടിയല്ല. കാരണം എന്റെ സ്ഥാനാർത്ഥികളെ, എന്റെ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജയസാധ്യത ഇല്ലാത്തവരാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നന്ദു. ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഡീൽ ആണ് എങ്കിൽ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലോ മറ്റോ അത് പ്രതിഫലിക്കണമല്ലോ. അങ്ങനെയല്ല, രണ്ട് പാർട്ടികളും ശക്തമായ സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തിയിരിക്കുന്നു എന്നതാണ് ഞാൻ പറഞ്ഞത്. ബഹളം വെക്കണ്ട, ബഹളം വെച്ച് ചർച്ച അലമ്പാക്കണ്ട. സുരേഷ് പറയട്ടെ. കോൺഗ്രസോ പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ മാധ്യമ പ്രവർത്തകയായ താങ്കൾ ഒരു കാരണവശാലും അത്തരത്തിലുള്ള നിലപാടെടുക്കരുത്. ആ നിലപാട് ശരിയല്ല. അത്തരത്തിൽ നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ പിൻവലിക്കണം. അത് ശരിയല്ല. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ അവർക്ക് നിർത്താൻ പറ്റുന്ന മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞൂടെ? പാലക്കാട്ടെ NMR റസാക്ക് മികച്ച സ്ഥാനാർത്ഥിയാണ്. നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? ഞാൻ പാലക്കാടിന്റെ കാര്യമല്ല നന്ദു പറഞ്ഞത്. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. Yeah.